ഗുഡ് പാചകത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് വെണ്ടയ്ക്ക മോര് കാച്ചിയതാണ്. നമുക്കിത് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. നമ്മുടെ ചട്ടി ഇവിടെ ചൂടായിട്ടുണ്ട്. ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ വെളിച്ചെണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്കൊരു 150 ഗ്രാം വെണ്ടയ്ക്ക കട്ട് ചെയ്തതൊന്ന് സോട്ട് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ വെണ്ടയ്ക്ക ഇവിടെ നന്നായി സോട്ടായിട്ടുണ്ട്. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് കോരി മാറ്റാം. നമ്മുടെ വെളിച്ചെണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് അല്പം ഉലുവ ചേർത്ത് കൊടുക്കാം. 1.5 ടേബിൾ സ്പൂൺ ഗാർലിക് ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ജൂലിനായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇവിടെ പാതി വാടിയിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 10 ചെറിയുള്ളി 2ആയി പിളർന്നത് ചേർത്ത് കൊടുക്കാം. ഒരു 5 പച്ചമുളക്, അല്പം കറിവേപ്പില എന്നിവയും കൂടി ചേർത്ത് നമുക്കിത് നന്നായി ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. നമ്മുടെ ചെറിയുള്ളിയൊക്കെ ഇവിടെ നന്നായി സോട്ടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് ആദ്യം സോട്ട് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കായ പൗഡർ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉലുവ പൗഡർ ചേർത്ത് കൊടുക്കാം. നമുക്കിതെല്ലാം കൂടി ഒന്ന് നന്നായി ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. നമ്മുടെ മസാലയൊക്കെ ഇവിടെ നന്നായി സോട്ടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന 1 ലിറ്റർ തൈര് ചേർത്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ചെറുതീയിൽ നന്നായി ഒന്ന് ചൂടാക്കിയെടുക്കാം. നമ്മുടെ മോരുകറി ഇവിടെ നന്നായി ചൂടായിട്ടുണ്ട്. നമുക്കിനി തീ ഓഫ് ചെയ്ത് ഇതിലേക്ക് കടുക് വറുത്ത് ചേർക്കാം. അങ്ങനെ നമ്മുടെ വെണ്ടയ്ക്ക മോര് കാച്ചിയത് ഇവിടെ തയ്യാറായിട്ടുണ്ട്. നമുക്കിത് ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം.
അങ്ങനെ നമ്മുടെ വെണ്ടയ്ക്ക മോര് കാച്ചിയത് തയ്യാറായിട്ടുണ്ട്. ഇത് സിമ്പിളായിട്ട് വീട്ടിൽ തയ്യാറാക്കി നോക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്